Hello everyone, this is Sudhir Menon, Corporate Anna. Welcome to my first video of Inspirational Story Box. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ 2019 ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ വീഡിയോകൾ പലതും ക്രിയേറ്റ് ചെയ്ത് ഇന്നലെ വരെ ഞാൻ 660 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. മാത്രമല്ല ആ വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ 30,217 പേരുണ്ടായിരുന്നു. എന്നാൽ ആ ചാനൽ ഇന്നേരം ഹാക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അത് റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. 4 കൊല്ലത്തെ പരിശ്രമവും ഏകദേശം ഷോർട്സ് വീഡിയോ അടക്കം 660 വീഡിയോകൾ കൂടിയാണ് എൻ്റെ ചാനൽ അപ്രത്യക്ഷമായത്. ഹാർഡ് ഡിസ്കിൽ ആവശ്യമായ സ്ഥലമില്ലാത്തതിനാൽ പല വീഡിയോകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. 1914 ഡിസംബർ മാസം 10-ാം തീയതി അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ വെസ്റ്റ് ഓറഞ്ച് എന്ന സ്ഥലം ലോകം കണ്ട എക്കാലത്തെയും അതുല്യ പ്രതിഭയായ തോമസ് ആൽവ എഡിസന്റെ പരീക്ഷണശാലകൾ സ്ഥാപിച്ചിരുന്ന കെട്ടിടത്തിന് തീ പിടിക്കുന്നു. 4-5 ഫയർ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു വന്ന് തീ കെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ പല രാസപദാർത്ഥങ്ങൾ പൊട്ടിത്തെറിച്ചതിനാൽ തീ കൂടുതൽ ആളുകയായിരുന്നു. ഫയർമാൻമാർ എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ച് തീ കെടുത്താൻ പണിപ്പെടുന്നത് നോക്കി തോമസ് ആൽവ എഡിസൺ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ ഇത്രയും കാലത്തെ പരിശ്രമങ്ങളെല്ലാം കൊണ്ട് പണിത ആ ബഹുനില കെട്ടിടം കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രത്യേകിച്ച് ഒരു ദുഃഖഭാവം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അടുത്ത് നിന്നിരുന്ന തൻ്റെ മകൻ ചാൾസിനോട് പറഞ്ഞു, നീ പോയി നിൻ്റെ അമ്മയും വിളിച്ചിട്ട് വാ, അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും നല്ലൊരു കാഴ്ച കണ്ടു കാണില്ല. അച്ഛൻ്റെ ഈ പ്രതികരണം കേട്ട് ചാൾസ് ഞെട്ടിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നമ്മുടെ ഫാക്ടറി മുഴുവനാണ് കത്തിക്ക് ചാരമായി കൊണ്ടിരിക്കുന്നത്. തോമസ് ആൽവ എഡിസൺ വളരെ സമചിത്തതയോടെ പറഞ്ഞു, അതെ, നമ്മുടെ ഫാക്ടറി കത്തി ചാരമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മിസ്റ്റേക്കുകളും ഇതോടൊപ്പം കത്തി ചാരമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തന്നെ നമ്മൾ ആ മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ പുതിയൊരെണ്ണം പണിയാൻ തുടങ്ങും. അന്ന് വൈകുന്നേരം നടത്തിയ ന്യൂയോർക്ക് ടൈംസിൻ്റെ പത്രപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 67 വയസ്സായെങ്കിലും ഇത്രയും കാലം കൊണ്ടാണ് ഞാൻ കത്തിപ്പോയതൊക്കെ കെട്ടിപ്പൊക്കിയതെങ്കിലും നാളെ മുതൽ എല്ലാം പുതിയതായി തുടങ്ങും. അങ്ങനെ മകനായ ചാൾസ് മൊത്ത പുതിയ പരീക്ഷണശാലയുടെ പണികൾക്ക് തുടക്കമിടുകയും അധികം താമസമില്ലാതെ അത് തീർക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, സംടൈംസ് അവർ ഡ്രീംസ് ആർ ഷാറ്റേഡ്, അവർ ഹോപ്സ് ബ്രോക്കൺ, എഫേർട്സ് ബാഫിൾഡ്. ഗ്രേറ്റ് പീപ്പിൾ ദേ ഡോണ്ട് ക്രൈ, ദേ ട്രൈ ടു റീബിൽഡ് ദെയർ ഡ്രീംസ്. Great people don't give up, they live up to the challenges that life throws at them. Great people don't go through, they grow through the difficulties that come on their paths. They start all over again with a great hope, with a great determination. No challenges, no success. No challenges, no success. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആദ്യം തൊട്ട് ആരംഭിക്കുകയാണ്. അതെ, പരമാവധി ആളുകളിൽ പോസിറ്റീവായുള്ള ചിന്തകൾ എത്തിക്കുകയും മനസ്സിൽ അത് നിറയുന്നത് മൂലം സമൂഹത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും അതിയായി ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും 1 എന്ന് തുടങ്ങുന്നു. വീഡിയോകൾ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ വൈകുന്നേരം പുതിയ വീഡിയോകളിൽ കൂടി കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.